പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കൂടുതൽ ആക്രമണങ്ങൾക്കൊരുങ്ങി ഭീകരവാദികൾ. ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും കാശ്മീർ ഗവൺമെൻറ് അടച്ചു. ഈ ആക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ആണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കാശ്മീരിലെ പ്രദേശവാസികളല്ലാത്തവരെയും സേനാ ഉദ്യോഗസ്ഥരെയും അതുപോലെ കാശ്മീരിലെ പണ്ഡിറ്റുകളെയും ഇത്തവണ ലക്ഷ്യം വയ്ക്കുന്നു. കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളെയും അവിടെ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം തദ്ദേശീയവരല്ലാത്തവരും ഇത്തവണത്തെ ടാർഗറ്റിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഇതിനകം അറിയിപ്പ് നൽകി കഴിഞ്ഞു. കൂടാതെ ഇവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ ആൻറ്റി ഫിഡിൻ സ്ക്വാഡുകൾ, പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പ് കൂടാതെ കാശ്മീർ പോലീസ് ഉൾപ്പെടുന്നു. മുമ്പ് തന്നെ നുഴഞ്ഞുകയറി ഒളിച്ചിരിക്കുന്ന ഭീകരരാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഒളിച്ചു കഴിയുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് ശ്രീനഗർ, തെക്കൻ കാശ്മീർ കേന്ദ്രീകരിച്ചായിരിക്കും ഭീകരരുടെ ഇത്തവണത്തെ പ്ലാൻ. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം അതിലെ ഭീകരരുടെ വീടുകൾ നശിപ്പിച്ചതിലെ പ്രതികാരമെന്നോണമാണ് കാശ്മീരിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ ഭീകരരെ പ്രേരിപ്പിച്ചത്. അതേസമയം അപ്പുറത്ത് NIAയുടെ നേതൃത്വത്തിൽ പഹൽഗാമിലെ ആക്രമണ സ്ഥലത്തെ തൊഴിലാളികളെയും പ്രദേശവാസികളെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ട സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഉൾപ്പെടുന്നുണ്ട്. ആ വീഡിയോയിലെ ദൃശ്യങ്ങളിൽ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ പ്രാർത്ഥിക്കുന്നതും വെടിവെച്ച കേട്ടിട്ടും സിപ്പ് ലൈൻ നിർത്താതെ പ്രവർത്തിപ്പിക്കുന്നതുമൊക്കെ കാണാം. നേരത്തെ തന്നെ പഹൽഗാമിലെ ആക്രമണത്തിന് നമ്മുടെ കാശ്മീരിൽ നിന്നുള്ളവരുടെ സഹായം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത് കാശ്മീരിലെ ശുദ്ധികലശമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ രാജ്യദ്രോഹികൾ ഉള്ളപ്പോൾ പുറത്തുനിന്ന് എത്തുന്നവർക്ക് പിന്തുണ കിട്ടുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ നാട്ടിൽ തന്നെ ശുദ്ധികലശം വേണമെന്ന്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം ഇതനുസരിച്ചാണ് നീങ്ങുന്നതും. നമ്മളെല്ലാവരും കണ്ടു ഭീകരരുടെയും അവരെ സഹായിച്ചവരുടെയും ഒക്കെ വീടുകളും അവരുടെ സൗകര്യങ്ങളും ഒക്കെ തകർക്കുന്ന കാഴ്ച. ഇനി ഇങ്ങനെ ഭീകരരെ സഹായിക്കുന്നവർക്ക് ഒരു ഭയം ഉള്ളിൽ തോന്നണം. ഇതിനോടകം തന്നെ 1500 മുതൽ 2000 വരെ സംശയമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞതായി പറയപ്പെടുന്നു. ഇത് കൃത്യമായ ഒരു മെസ്സേജാണ്. എന്നാൽ ഇതിനെതിരെ കാശ്മീരിലെ ഒരു MLA തന്നെ രംഗത്ത് വന്നു. കുറ്റം ചെയ്തവരെ മാത്രം ശിക്ഷിച്ചാൽ പോരെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ വീട്ടിലെ ഒരാൾ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് അറിഞ്ഞ് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ വന്നാൽ നമ്മളും അതിൽ ഉത്തരവാദിയാണ്. പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടാൽ തീർച്ചയായും സുരക്ഷാ ഏജൻസികളെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളും അതിൽ പങ്കാളിയാവും എന്നർത്ഥം. കാശ്മീരിൻ്റെ കാര്യം തന്നെ എടുത്താൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അവിടുത്തെ വികസനത്തിനായി ഏകദേശം 1,00,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഓരോ വർഷവും മുടക്കുന്നത്. കാശ്മീരിലെ ജനതയുടെ ഉന്നമനത്തിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അടിസ്ഥാന വികസനത്തിനും വിദ്യാഭ്യാസത്തിനും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും ഒക്കെയായിട്ടാണ് ഈ തുക ചെലവഴിക്കുന്നത്. ഇതിനൊക്കെയുള്ള പണം ഗവൺമെൻറ് കണ്ടെത്തിയത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വീതത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്താണ്. അങ്ങനെ നോക്കിയാൽ നമുക്കും കൂടി കിട്ടേണ്ട പണമാണ് കാശ്മീരിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിച്ചതെന്ന് പറയാം. അപ്പോൾ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ നന്ദി കാണിക്കേണ്ടതല്ലേ? തീർച്ചയായും വേണം. മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. ഇനി അല്ലാത്തവരെ ഈ ജീവിത സുഖങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കാനും പാടില്ല. ഇത്തരത്തിലുള്ള നന്ദികേടുകൾ ജമ്മു കാശ്മീർ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഇവിടെ ഇതല്പം കൂടുതലാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. തീർച്ചയായും ഇവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ.